കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് അലർജിക്കാർ കൂടിയിട്ടുണ്ട്. കോവിഡ് കൊണ്ടാണോ കോവിഡിൻ്റെ വാക്സിനാണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു പഠനം നടന്നിട്ടില്ല. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയാൻ കാരണം മിനറൽ വാട്ടർ ബോട്ടിൽസ് ആണ് അതിനൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നത്. മുംബൈയിലെ ധാരാവികളിൽ കോവിഡ് ഹിറ്റ് ചെയ്ത സമയത്ത് അവിടെ അവർക്ക് വന്നു പോയി. കോവിഡ് വന്നു എന്നുള്ളത് അവർ പറയുന്ന സമയത്താണ് പലപ്പോഴും മനസ്സിലാവുന്നത്. ഒരു പൊടി അടിച്ചാൽ നമ്മൾ ശരീരം മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മൂക്കൊലിപ്പിച്ച് നടക്കുന്ന കുട്ടികളെ ഫ്രണ്ട്സ് കളിയാക്കുമോ? ഒരു വലിയൊരു മെന്റൽ ട്രോമയാണത്. അലർജിയുള്ള എല്ലാവരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചലഞ്ച് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 21 days ഷുഗർ കട്ട്. ചിലർക്ക് നല്ലോണം കുറഞ്ഞു അലർജീൻ്റെ സിംറ്റംസ്. അവർ മരുന്നൊന്നും എടുക്കാതെ തന്നെ. കുട്ടികളാണെങ്കിൽ ബിസ്ക്കറ്റ് ഒരുപാട് കഴിക്കുന്നു, മിഠായികൾ കഴിക്കുന്നു. ശരീരത്തിൽ എന്ത് ഇൻഫ്ലമേഷനും കൂട്ടുന്ന സാധനമാണ് പഞ്ചസാര എന്ന് പറയുന്ന സാധനം. ഈ അലർജി ഉള്ള ആളുകൾ ഫാൻ ഇട്ട് കിടക്കണം അതോ AC ഇട്ട് കിടക്കുന്നതായിരിക്കോ കുറച്ചുകൂടെ നല്ലത്? നീ തണുത്ത കുടിക്കണ്ട, നിനക്ക് അലർജിയാണ്. ഐസ്ക്രീം കഴിക്കണ്ട, നിനക്ക് അലർജിയാണ്. നീ പൊടിയിൽ പോണ്ട, നിനക്ക് അലർജിയാണ്. അലർജി മാറില്ല എന്നുള്ളത് ഒരുവിധം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. ഇത് എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നാണ് പലരും അലർജീനെ പറ്റി സംസാരിക്കുന്നത്. കാരണം ഇത് ഫുൾ ടൈം AC വളർന്ന കുട്ടിയും അല്ലെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ചെളിയിലും മണ്ണിലും ഒക്കെ കിടന്ന് നല്ല രീതിയിൽ കുട്ടിക്കാലം അടിച്ചു പൊളിച്ചൊരു കുട്ടിയും തമ്മിൽ ഉണ്ടാവുന്ന ഈ അലർജിയിലെ വ്യത്യാസം എന്തൊക്കെയാണ്? നമുക്കറിയാം, കോവിഡിന്റെ സമയത്ത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. കോവിഡിന്റെ സമയത്ത് മുംബൈയിലെ ധാരാവികളിൽ ഈ പറഞ്ഞതുപോലെ കോവിഡ് ഹിറ്റ് ചെയ്ത സമയത്ത് അവിടെ അവർക്ക് വന്നു പോയി. കാരണം അവർ വളരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അഴുക്കുചാലിലും പൊടിയിലും മണ്ണിലും ഒക്കെ കളിച്ചിട്ടാണ്, സ്ട്രീറ്റ്സിലാണ് അവർ കളിച്ചതാവുന്നത്. അപ്പോൾ അവർക്ക് കോവിഡ് വന്നു എന്നുള്ളത് അവർ പറയുന്ന സമയത്താണ് പലപ്പോഴും മനസ്സിലാവുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അറിയുന്നത്. അല്ലെങ്കിൽ അവരൊരു ജസ്റ്റ് ഒന്ന് മൂക്ക് വലിച്ചു, ഒന്ന് ചുമച്ചു. പക്ഷെ അതിന് പകരം ഈ ഇമ്മ്യൂണിറ്റിൻ്റെ നമ്മൾ പറഞ്ഞ കാര്യം, അത് അസുഖം വരുമോ എന്ന് പേടിച്ച് വളർത്തുന്ന ഒരു കുട്ടിക്ക് കോവിഡിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും സിംറ്റംസ്. അപ്പം ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടുള്ളതാണ്. നമുക്ക് നേച്ചർ തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഫീൽ ചെയ്തിട്ടും അത് അനുഭവിച്ചിട്ട് തന്നെ വേണം ഇത് വരാൻ. ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും അസുഖം ആയിരിക്കും. മാസത്തിൽ 1-2 തവണയെങ്കിലും പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി, എപ്പോഴും സ്കൂളിൽ ലീവ്. ഇതൊക്കെ എപ്പോഴും പല പേഷ്യൻസും പറയുന്ന കാര്യമാണ്. ഞങ്ങൾ അത്രയും കുട്ടികളെ നോക്കുന്നുണ്ട്, കുട്ടീനെ നോക്കാൻ ഒരാളെ ഞങ്ങൾ വയ്ക്കുന്നുണ്ട്, കുട്ടീനെ പുറത്ത് വിടുന്നില്ല, വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിനുള്ളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വെയിൽ കൊടുക്കാൻ പറ്റില്ല, മഴ കൊടുക്കാൻ പറ്റില്ല, മണ്ണ് കൊടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കാൻ പാരൻസ്, ഞാൻ കഴിയുന്നത് പാരൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. ചിലർക്കൊക്കെ ഇത് മനസ്സിലാവും കൺസെപ്റ്റ്, ചിലർക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അവർ കുട്ടികളോടുള്ള അമിത സ്നേഹമായിരിക്കാം, പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഒരസുഖം കുറഞ്ഞു വരില്ല. അപ്പം ന്യൂജൻ ആയിട്ടുള്ള മാതാപിതാക്കളോട് അല്ലെങ്കിൽ ജെൻസി മാതാപിതാക്കളോട് കൊടുക്കാൻ പറ്റിയൊരു ഉപദേശം എന്താണ്? ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളുടെ കുട്ടികൾ വെയിലത്ത് കളിക്കട്ടെ, മണ്ണിൽ കളിക്കട്ടെ. ഈ സമയത്ത് ഞാൻ പറഞ്ഞത് ഇത് ചെയ്യുന്നതോടുകൂടി അവർക്ക് ഇമ്മ്യൂണിറ്റി ഒരുമിച്ച് വരും എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ദിവസം ജലദോഷം ഉണ്ടായിരിക്കാം, അത് 2 ദിവസം ചിലപ്പോൾ നിൽക്കും. ഇവരെ നമ്മൾ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ മണ്ണിലേക്ക് ഇറക്കുന്നു. അത് ഒരു ദിവസമായിട്ട് കുറയും, കാരണം ഇതിനോട് എക്സ്പോസ്ഡായിട്ട്. പിന്നെ വീണ്ടും ചെയ്യുമ്പോൾ മണിക്കൂറുകളാവാം, മിനിറ്റുകളാവാം, സിംറ്റംസ് ഇങ്ങനെ കുറഞ്ഞു വരും ഇതിനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ. അതല്ലാതെ അസുഖം വരുമോ എന്ന് പേടിച്ച് വളർത്തുമ്പോൾ നിങ്ങൾ കുട്ടീനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷന് കുറച്ചും കൂടെ അത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കുറച്ചും കൂടെ മുന്നത്തെ ആൾക്കാർക്കാണ് ഈ കുട്ടിക്ക് അസുഖം വരും. അതുപോലെ ഗ്രാൻഡ് പാരൻസ് പലപ്പോഴും വീട്ടിൽ കൊച്ചുമക്കളെ പുറത്ത് വിടാൻ അവർക്ക് മടി. കാരണം അവർക്ക് അസുഖം പിടിച്ച് കാണാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ്, അവരുടെ സ്നേഹം കൊണ്ടാണ്, സ്നേഹം വാത്സല്യം കൊണ്ടാണ്. പക്ഷെ അതൊരു തരത്തിൽ ഇവരെ ഇങ്ങനെയാണ് ബാധിക്കുന്നത്. നമ്മളിപ്പോൾ കൊറോണയുടെ കാര്യം പറഞ്ഞു. കോവിഡ് സമയം നമ്മളെ എല്ലാവരും അപ്പുറം ഇപ്പുറം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുഖം കാണാൻ പറ്റില്ല, ചിരിക്കുന്നത് കാണാൻ പറ്റില്ല. മാസ്ക് ഇട്ടിട്ടാണ് നമ്മൾ അത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. ചില സ്റ്റഡീസ് പറയുന്നു മാസ്ക് ധരിച്ചതിന് ശേഷമാണ് ആളുകളിൽ ഈ ആസ്മ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വർദ്ധിച്ചു വന്നത് എന്ന് പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. നമ്മൾ അലർജി വരുമോ എന്ന് വിചാരിച്ച് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു പ്രോപ്പർ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു പൊടി അടിച്ചാൽ നമ്മൾ ശരീരം മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് വെറും മരുന്ന് മാത്രം മതിയോ? ഇത് ഇല്ല. ഇവിടെ ഈ മൈൻഡ് സെറ്റും കൂടെ ഒരു പ്രശ്നമാണ്. കാരണം ഇതടിച്ചാൽ എനിക്ക് പ്രശ്നമാണ് എന്നുള്ള തോട്ട് തലയിൽ കയറി കഴിഞ്ഞു അവിടെ. അപ്പോൾ നമുക്കറിയാം, ഈ കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ നമ്മൾ വെച്ച് ശീലമായി കഴിഞ്ഞിട്ട് പലരും പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. കാരണം ആ സമയത്ത് ആൾക്കാർക്ക് ജലദോഷമോ കാര്യങ്ങളോ ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ല. തുമ്മലുണ്ടെങ്കിൽ പോലും അടക്കി വെക്കാനേ പറ്റില്ല. കാരണം പുറത്ത് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മളെ ടെസ്റ്റ് ചെയ്യും,
റൂമിൽ ലോക്ക് ചെയ്ത് വെച്ചു അല്ലേ, അതായിരുന്നല്ലോ കാലം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം കുറഞ്ഞ് ഇവരാണ് ഈ മാസ്ക് ഇടാതെ ഒരു ദിവസം ഇവർ നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർക്ക് അസുഖം വരുന്ന ഒരു സ്റ്റേജാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആസ്മയും അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിലരോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട് മാസ്ക് ഇടണം എന്നുള്ളത്. കാരണം എയറിലൂടെ വരുന്ന ബാക്ടീരിയാസും വൈറസും ഒക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം, ഈ ആസ്മയുള്ള ആൾക്കാർ ഇത് ഇട്ട് പുറത്തേക്ക് നടക്കുന്ന സമയത്തൊക്കെ പലരും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. മോർണിംഗ് വാക്കിനൊക്കെ ആസ്മയുള്ള ആൾക്കാരൊക്കെ ഈ മാസ്ക് ഇട്ട് നടന്നിരുന്നു കുറേ കാലം. അപ്പം എന്ന് വെച്ചാൽ വേണ്ടത്ര ഓക്സിജൻ ലങ്സിലേക്ക് എത്താത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചിലർ ഇങ്ങനെ കൊളാപ്സ് ആയിട്ട് വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെ ഭാഗം സേഫ് ആക്കാനാണ് ഇത് ചെയ്തെങ്കിൽ പോലും 1-2 കേസൊക്കെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ചില കുട്ടികൾ മാസ്ക് വെച്ച് സൈക്കിൾ ചവിട്ടുക, ഫുട്ബോൾ കളിക്കുക. കാരണം നല്ലോണം ഓക്സിജൻ വേണ്ട സമയമാണിത്. ആ സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടെ ഒരു പ്രശ്നം അവിടെ വരും. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിന് മാസ്ക് ഇടൽ ഒരു സൊല്യൂഷൻ ഒന്നുമല്ല, പക്ഷെ നമ്മളൊരു സേഫ് ഓപ്ഷൻ. ഈ കൊറോണ വാക്സിൻസ് എടുത്തതിന് ശേഷം അത് അലർജിയെ ട്രിഗർ ചെയ്തിട്ടുണ്ടോ? എല്ലാ കേസസിലെങ്കിലും ചില കേസസിലൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പഠനമൊന്നും അതിൻ്റെ മേലെ നടന്നിട്ടില്ല. എന്നാലും ഈ അലർജിയുള്ള പലർക്കും ഈ കോവിഡ് വന്നതിന് ശേഷം അതൊരു ആസ്മ ലെവലിലേക്കൊക്കെ പലർക്കും വന്നിട്ടുണ്ട്. കോവിഡ് കൊണ്ടാണോ കോവിഡിൻ്റെ വാക്സിൻ ആണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു പഠനം നടന്നിട്ടില്ല. ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് അലർജിക്കാർ കൂടിയിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കോവിഡിന് ശേഷം ഒരുപാട് ഇത് കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരുണ്ടാവും അലർജിൻ്റെ. അവർക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ എവിടെയോ കിടക്കുന്നുണ്ട് അലർജി, അത്രയാണ്. പക്ഷേ ഇത് ഈ കോവിഡ് വന്നതിന് ശേഷം അത് ഫ്ലെയർ അപ്പ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരിലും ഇത് ഫ്ലെയർ അപ്പ് ചെയ്തിട്ടുണ്ട്. കോവിഡ് വന്നത് ലങ്സിനെ കുറേ പേരെയൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റീനെ കോവിഡ് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഗട്ടിലും ലങ്സിലൊക്കെ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയാസിനെ ഇത് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം അലർജി കേസസ് കൂടിയിട്ടുണ്ട്. അതുപോലെ അലർജി ഉള്ളത് ആസ്മയിലേക്ക് കുറേ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ കേസസ് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അലർജി വന്നിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അലർജി വന്നിട്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഫുഡ് അലർജീൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ പറഞ്ഞു ചെമ്മീൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് അനാഫിലാക്സിസ് വന്നിട്ട് ആൾക്കാർ മരിച്ചിട്ടൊക്കെ ഉണ്ട്. സീ ഫുഡ്സിലാണ് അത് കൂടുതലായിട്ടും വരുന്നത്. സാധാരണ ഈ ചിലർക്ക് വീറ്റ് അലർജി ഉണ്ടായിരിക്കാം, അതായത് ഗ്ലൂട്ടൻ അലർജി എന്ന് പറയുന്നത്, അതുപോലെ മിൽക്കിൻ്റെ ലാക്ടോസ് ഇൻടോളറൻസ്. പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു സീരിയസ് സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകാറില്ല. സീ ഫുഡ്സിന്റെ കേസസിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അലർജിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. അതായത് ഗട്ട് ഹെൽത്തും അലർജിയും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അലർജി കുറയും, അതിൽ സംശയമൊന്നുമുള്ള കാര്യമല്ല. നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞു അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ. അപ്പോൾ ആ ഇൻഫ്ലമേഷനെ കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ അധികവും ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഷുഗർ എടുക്കുന്നത് കൂടുതലാണ്. ശരീരത്തിൽ എന്ത് ഇൻഫ്ലമേഷനും കൂട്ടുന്ന സാധനമാണ് പഞ്ചസാര എന്ന് പറയുന്ന സാധനം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐറ്റിസ് ഇൻഫ്ലമേഷൻ ഈ അലർജി കൂട്ടും. കുട്ടികളാണെങ്കിൽ ബിസ്ക്കറ്റ് ഒരുപാട് കഴിക്കുന്നു, മിഠായികൾ കഴിക്കുന്നു, മെഡിസിൻസ് എടുക്കും. പക്ഷേ അതിന് പൂർണ്ണമായ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഞാനൊരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചലഞ്ച് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 21 days ഒരു ചലഞ്ച് വെച്ചിരുന്നു. ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ട് 21 days ഷുഗർ കട്ട്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ചിലർക്ക് നല്ലോണം കുറഞ്ഞു അലർജീൻ്റെ സിംറ്റംസ്. അവർ മരുന്നൊന്നും എടുക്കാതെ തന്നെ നന്നായിട്ട് ഇവരുടെ അലർജി കുറഞ്ഞു. ചിലർക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. 1-2 പേർക്കാണ് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ എവിഡൻ്റ് ആണ്. കാരണം ഈ ഷുഗർ എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടും, ഞാൻ പറഞ്ഞ പോലെ. അങ്ങനെ അത് കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് പലതും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സാണ്. അതിലെ പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഈ അലർജി ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയാൻ കാരണം ഒരു ലിമിറ്റ് വരെയെങ്കിലും ഞാൻ പറയും മിനറൽ വാട്ടർ ബോട്ടിൽസ് ആണ് അതിനൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹോട്ടൽസ് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ പാഴ്സൽ വാങ്ങുന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, അതൊക്കെ അതിനൊരു ഫാക്ടറാണ്. കാരണം ഇതിലൊക്കെ ഈ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ ബിസ്ഫിനോൾ എ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ
ഈ ഫുഡ് അതിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം അതിലാക്കുന്ന സമയത്ത്, വെള്ളം ആക്കുന്നത് മാത്രമല്ല നമ്മളിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാവും പല സ്ഥലത്തും ഉണ്ടാവുക. അപ്പോൾ ഈ വെയിലിൻ്റെ ചൂടും കൂടെ അടിക്കുന്ന സമയത്ത് ഇത് ആക്റ്റീവായിട്ട് ഇതിൽ മിക്സപ്പ് ആവും. ഓക്കെ, ഇത് എടുക്കുന്ന സമയത്ത് ഫുഡാണെങ്കിൽ ഈ ചൂട് അതിൽ തട്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് ശരീരത്തിനകത്ത് കയറുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന നോർമൽ വൈറ്റമിൻ ഡിനെ പോലും ഇത് ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ആൾക്കാരിലും വൈറ്റമിൻ ഡി കുറവായിരിക്കും. വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു? എനിക്ക് കുറവാണ്. ഇതൊരു ഫാക്ടറാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ഡി എല്ലാ മനുഷ്യർക്കും അളവിൽ കുറവ് തന്നെയല്ലേ? പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കൂടുതൽ. സിംറ്റംസ് കാണിക്കുന്നത് പലതരത്തിലാണ്. വൈറ്റമിൻ ഡിൻ്റെ കുറവ് കാണിക്കുന്നത് ചിലർക്ക് ജോയിൻറ്റ് പെയിൻസ് ആയിരിക്കും, ചിലർ പറയും ഇങ്ങനെ നീർക്കെട്ട് എന്ന് പറയും, പലരും പുറം വേദന ഇവിടെയൊക്കെ പറയും. ഇപ്പോൾ ചിലർ പറയും ഇവിടെ 2 ദിവസത്തിനുള്ളിൽ തടി കൂടി, സ്ഥിരം ഇടുന്ന ഡ്രസ്സ് ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നും. കാരണം ഇവിടെയൊക്കെ ഇൻഫ്ലമേഷൻസ് വൈറ്റമിൻ ഡിന്റെ കുറവാണ്. വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാറുണ്ട്. അതാ പറഞ്ഞത്, പലർക്കും അത് ആവശ്യമാണ്. ഇതിന്റെ ഒരു ഫാക്ടർ ഇതാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും BPA ഫ്രീ എന്ന് പറയുന്ന നമ്മൾ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള കുറച്ച് ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യും. പ്ലാസ്റ്റിക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ കഴിയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് കുറേയൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും. ഞാൻ ഈ അലർജിന്റെ കാര്യത്തിൽ പറഞ്ഞതുകൊണ്ട് വൈറ്റമിൻ ഡിൻ്റെതും കൂടെ അവിടെ ഇൻവോൾവ് ചെയ്തതാണ്. പക്ഷേ മിനറൽ വാട്ടറും വൈറ്റമിൻ ഡിയും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്? ഇതേ സാധനമല്ലേ ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കുറേ വെള്ളത്തിൽ അത് മിക്സ് ആവും, ഞാൻ ഈ പറഞ്ഞ കെമിക്കൽ ബിസ്ഫിനോൾ എ, BPA എന്ന് പറയുന്നത്. അപ്പോൾ അത് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മളിത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് കയറുകയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിനെ അത് കുറയ്ക്കുകയാണ്, അത് നശിപ്പിക്കുകയാണ്. നമുക്ക് നോർമലി കിട്ടുന്നുണ്ടാവും വൈറ്റമിൻ ഡി, പക്ഷേ ഇതുവഴി അത് നശിപ്പിക്കുകയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറവായിരിക്കും. പിന്നെ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണം. സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് തൽക്കാലം ഓക്കെ ആവും. പക്ഷെ നമ്മൾ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും കുറഞ്ഞ് വരും. അതൊന്ന് ശ്രദ്ധിക്കുകയാണ് എല്ലാവരും. ഈ അലർജി ഉള്ള ആളുകൾ ഫാൻ ഇട്ട് കിടക്കണോ അതോ AC ഇട്ട് കിടക്കുന്നതായിരിക്കോ കുറച്ചുകൂടെ നല്ലത്? ഫാനും AC നമുക്കറിയാം രണ്ടും ഉറക്കം അനുസരിച്ചിട്ടാണ്. എന്നാലും AC ആണ് കൂടുതൽ നല്ലത്. അതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AC ഉപയോഗിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ വല്ലാതെ കുറച്ച് വെക്കാതെ ഒരു 25-26 വെക്കാൻ ശ്രമിക്കുക. കാരണം എയർ പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വരുന്നത്. അലർജൻസ് കുറവായിരിക്കും. നമ്മൾ ഫാൻ ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫാൻ ഇടുമ്പോൾ റൂമിലെ മുക്കിലും മൂലയിലുള്ള പൊടി പോലും പൊന്തി വരികയാണ്. മാറാലേക്ക് ഇത് വരും. അപ്പോൾ പിന്നെ പുറത്തുള്ള നമ്മളിപ്പോൾ ജനൽ തുറന്നിട്ട് നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരാം. ഇത് ഫാൻ ചുറ്റി കറങ്ങുന്നതിനനുസരിച്ചിട്ട് റൂമിൽ മുഴുവൻ ഈ അലർജൻസ് ഉണ്ടാവും. അത് അങ്ങനെ വഴി അലർജി കൂട്ടും. അപ്പോൾ എപ്പോഴും AC തന്നെയാണ് നല്ലത്. കൃത്യമായിട്ട് 2-3 മാസം കൂടുന്ന സമയത്ത് അത് AC ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക, കാറിലാണെങ്കിൽ പോലും. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ACയും നമുക്ക് ബുദ്ധിമുട്ടാവും. എന്നാലും AC ആണ് ഫാൻ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ. അലർജിയെ കുറിച്ച് നോർമലി നമ്മൾക്കിടയിലുള്ള ഒരു മിസ്കോൺസെപ്റ്റ് എന്താണ്? അലർജി മാറില്ല എന്നുള്ളത് ഒരുവിധം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അതായത് ഇത് എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നാണ് പലരും അലർജീനെ പറ്റി സംസാരിക്കുന്നത്. കാരണം ഇത് ചെറുപ്പം മുതലേ ഇവരെ മനസ്സിൽ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ അലർജി ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയും, നീ തണുത്ത കുടിക്കണ്ട, നിനക്ക് അലർജിയാണ്. നീ ഐസ്ക്രീം കഴിക്കണ്ട, നിനക്ക് അലർജിയാണ്. നീ പൊടിയിൽ പോണ്ട, നിനക്ക് അലർജിയാണ്. അപ്പോൾ ഈ ഒരു തോട്ട് ചെറുപ്പം മുതലേ ആ ഒരു കുട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്, ലേബൽ ചെയ്യാണ്. നീ അലർജിക്കാണ്, നിന്നെ ഇതിന് പറ്റില്ല, നീ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്, നിനക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, നീ അങ്ങോട്ടേക്ക് പോണ്ട. അപ്പം ഇത് പറഞ്ഞ് ഈ കുട്ടീനെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ശരിക്കും ഒരു ട്രോമയാണ് കൊടുക്കുന്നത്. ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ആലോചിച്ചാൽ കാണാം, ചെറിയ കുട്ടികളെ മൂക്കൊലിപ്പിച്ച് നടക്കുന്ന കുട്ടികളെ ഫ്രണ്ട്സ് കളിയാക്കുമോ? എന്തായാലും കളിയാക്കും. അവർക്ക് അതിനെ പറ്റിയിട്ട് ബോധമല്ല, അവരതിനെ പറ്റി പറഞ്ഞ് കളിയാക്കും. എപ്പോഴും മൂക്കൊലിപ്പിച്ച് നടക്കുന്ന ചെക്കൻ. ഈ ഒരു ടേം ഒരാളുടെ ലൈഫിനെ തന്നെ സ്പോയിൽ ചെയ്യും. ഇമോഷണൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് മതി. ഒരു വലിയൊരു മെന്റൽ ട്രോമയാണത്. അലർജിയുള്ള എല്ലാവരും ഇത് അനുഭവിച്ചിട്ടും ഉണ്ടാവും. ഈ അലർജീൻ്റെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ കോൺഫിഡൻസിനെയാണ് ഇത് കംപ്ലീറ്റ്. അവിടെ ചെറുപ്പം മുതൽ ഈ പറഞ്ഞ് നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പം ഈ കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ തന്നെ ഈ ഒരു കാര്യം വരികയാണ്. ഒരിക്കലും ഒരു ലീഡർ ആവാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വരാനുള്ള ധൈര്യം അവിടെ ഇല്ല. കാരണം അവിടെ മെന്റലി അവരെ ആദ്യമേ തളച്ചിട്ട് കഴിഞ്ഞു. നിനക്ക് അലർജിയാണ്, നിനക്ക് ഒന്നിനും പറ്റില്ല. ഇവര് തണുത്തതൊന്നും എടുത്തു നോക്കിയാലേ ഇവർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് അറിയാം. എടുക്കാൻ സമ്മതിക്കില്ല.
ഇവരെന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പലതും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ അതൊരു സപ്രഷനാണ്, ഇമോഷൻ സപ്രഷനാണ്. അപ്പോൾ അവർക്കത് ഫ്രസ്ട്രേഷനായി അവരെ പലതരത്തിൽ അത് അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ ലൈഫിൽ പലപ്പോഴും ഫെയിലിയർ ആയി പോകുന്നുണ്ട്. കാരണം ഹാപ്പി ആയിരിക്കുന്ന അലർജിക്കാരെ കാണുന്നത് വളരെ കുറവായിരിക്കും. കാരണം ഇവർ മുന്നോട്ടേക്ക് പോവാത്തതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞ ട്രോമയാണ്. അതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ കുറവാണ്. അലർജിക്കാരുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നത് വളരെ കുറവാണ്. കാരണം നമ്മളിപ്പോൾ ഡിപ്രഷനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്, മൈഗ്രെയിനെ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, അവൻ മെൻ്റലി റിലേറ്റഡ് ആണ്. അലർജിയും ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾക്ക് അറിയാം, ഈ സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ അലർജി കൂടും. സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ അലർജി കൂടും. അതായത് സ്ട്രെസ് കൂടുന്ന സമയത്ത് ശരീരത്തിൽ നമുക്ക് ഹിസ്റ്റമിൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് നമ്മുടെ ബോഡിയിൽ റിലീസ് ആവും. ഓക്കെ, ഹോർമോൺ റിലീസ് ആവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജീൻ്റെ സിംറ്റംസ് വരും. അലർജിക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവുമോ? എന്തായാലും സ്ട്രെസ് ഉണ്ടാവും അല്ലേ? അലർജി കൂടുമ്പോൾ സ്ട്രെസ് കൂടും, സ്ട്രെസ് കൂടുമ്പോൾ അലർജിയും കൂടും. ഇതൊരു സൈക്കിളാണ്. അത് പുറത്തേക്ക് പോവാൻ പറ്റാത്ത ഒരു സൈക്കിളാണ്. അപ്പോൾ ഇവരെ സ്ഥിരമായിട്ടുള്ള കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ പേഷ്യൻസിന് പലപ്പോഴും നമ്മൾ കൗൺസിലിംഗ് വേണ്ടി വരുന്നുണ്ട് പേഷ്യൻസിന്. കാരണം എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ അലർജി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സ്ട്രെസ് കുറയാതെ, ഇവരുടെ മെൻ്റലി ഇവരുടെ ട്രോമ മാറാതെ ഇവരുടെ അലർജി മാറുമെന്ന്. കാരണം പലരും പറയും ഞാൻ കുറെ കാലം മരുന്ന് എടുത്തു, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എവിടെയാണ് കറക്ഷൻ വേണ്ടത് എന്നുള്ളത് പലപ്പോഴും അവർക്ക് അറിയുന്നില്ല. മരുന്ന് എടുക്കണം, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, മരുന്ന് മാത്രം എടുത്താൽ അലർജി മാറും എന്നുള്ള മിസ്കൺസെപ്ഷനാണ്. കാരണം അതിന്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാതെ അസുഖം മാറില്ല. അപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിന്റെ സമയത്തൊക്കെ പലരും പൊട്ടിക്കരയും. കാരണം അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ പല ചാൻസസ് ഈ അലർജി കാരണം. ഒരു കല്യാണത്തിന് കൂടാൻ പറ്റില്ല, ചേച്ചീൻ്റെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല, ഈ അലർജിൻ്റെ ഇഷ്യൂ ആയിരുന്നു, ആസ്മയായിരുന്നു. അപ്പോൾ ഇതൊക്കെ വരെ ബാധിക്കുന്നുണ്ട്. ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവരെ ലാബിൽ ഇതൊരു സ്ഥലത്ത് ഇരുത്തുകയാണ്. ഇവരെന്തെങ്കിലും ചെറിയൊരു ജോലി ചെയ്ത് അവരെ കാര്യം നോക്കി പോവുക എന്നുള്ള, ഒരു സിനിമയ്ക്ക് പോകാൻ പോലും അവർക്ക് തിയേറ്ററിൽ പോയാൽ AC ഉണ്ട്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം ക്ലിയർ ആക്കണം. അലർജി മാറില്ല എന്നൊരു തോട്ട് അവരുടെ മൈൻഡിലുണ്ടെങ്കിൽ ആദ്യം അത് ക്ലിയർ ചെയ്യണം. അതിന് നമ്മൾ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുകയും കൗൺസിലിംഗ് ആവശ്യമാണ്. ഇത് സ്വന്തം മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, യോഗ ചെയ്യുന്നുണ്ടാവും, ലങ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന എക്സസൈസസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ കൂടെ തന്നെ അലർജി നമുക്ക് മാനേജ് ചെയ്ത് ബെറ്റർ ആക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ മെൻ്റലി ഓക്കെ അല്ലാതെ ഫിസിക്കലി മാത്രം അലർജി മാറില്ല. അതൊരു ഫാക്റ്റാണ്.